നമസ്കാരം. തിരുവനന്തപുരം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ ജയിപ്പിക്കാൻ തന്നെയാണ് ബി.ജെ.പിയിലെ ഒരു കൂട്ടം നേതാക്കൾ ശ്രമിക്കുന്നത്. ബി.ജെ.പിക്ക് പകരമായി തൃശൂർ ലോക്സഭാ സീറ്റിൽ വിജയമൊരുക്കാൻ കോൺഗ്രസിന്റെ സഹായം. ഇത്തരത്തിൽ ഒരു ടൈഅപ്പിലേക്ക് നീങ്ങുകയാണ്. അതായത് കൊലീബി സഖ്യം എന്ന രീതിയിലേക്ക് വരുന്ന, മലബാറിൽ സ്ഥിരമായി കണ്ടുവരുന്ന ഈ സഖ്യത്തിന്റെ വേറൊരു വെർഷനാണ് തിരുവനന്തപുരത്തും തൃശ്ശൂരും നടക്കാൻ പോകുന്നത്. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കറിയാം, കഴിഞ്ഞ കുറി ശശി തരൂർ കുമ്മനം രാജശേഖരനെ 1,00,000 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. 2014 അതിനു തൊട്ട് മുന്നത്തെ തെരഞ്ഞെടുപ്പിൽ 15,000-ഓളം വോട്ടുകൾക്ക് ശശി തരൂർ ഒ രാജഗോപാലിനെ പരാജയപ്പെടുത്തി. ശശി തരൂർ ശരിക്കും പറഞ്ഞാൽ 2009, 14, 19 എന്നീ വർഷങ്ങളിൽ തുടരെയായി 3 വിജയങ്ങൾ നേടി 2024 വീണ്ടും മത്സരിക്കാൻ ഒരുങ്ങിയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പോടുകൂടി താൻ കളം വിടുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായിരുന്നാലും ശശി തരൂറിന് ജയം അനിവാര്യമാക്കി ഒരുക്കാൻ അതിനുവേണ്ടി ബി.ജെ.പി കൂടി ശ്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് വരുന്നത്. ബി.ജെ.പിക്ക് കൃഷ്ണകുമാർ ആയിരുന്നാലും ആരായിരുന്ന സ്ഥാനാർത്ഥിയായിരുന്നാലും ആ വ്യക്തിക്ക് വിജയം എന്ന് പറയുന്നത് തീണ്ടാപ്പാട് അകലെയാണ്. കാരണം വളരെയധികം ഗ്രാസ് റൂട്ട് ലെവൽ ഉള്ള ഒരു നേതാവായി കഴിഞ്ഞിരിക്കുന്നു ശശി തരൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, ഇവിടുത്തെ നിയോജക മണ്ഡലങ്ങളിൽ കോവളം ഒഴികെ ബാക്കി 6 നിയോജക മണ്ഡലങ്ങളും, അതായത് തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന 6 നിയോജക മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിനാണ് ലീഡ്. അതിൽ തിരുവനന്തപുരം സെൻട്രലിൽ ആന്റണി രാജുവാണ് ജയിച്ചത്. ബാക്കിയുള്ളിടത്തെല്ലാം കഴക്കൂട്ടമായിരുന്നാലും നേമമായിരുന്നാലും പാറശാലയായിരുന്നാലും നെയ്യാറ്റിൻകരയായിരുന്നാലും ഒക്കെ അത് CPIM-ന്റെ കയ്യിലാണ്. ഇടതുപക്ഷത്തിനെ സംബന്ധിച്ചിടത്തോളം വട്ടിയൂർക്കാവിൽ പോലും വലിയ വിജയം നേടി 21,000 വോട്ടിലാണ് VK പ്രശാന്ത് ജയിച്ചത്. അങ്ങനെയുള്ള ഇടത് കോട്ടയായിട്ടുള്ള തിരുവനന്തപുരം നിയോജക മണ്ഡലത്തിൽ എന്തുകൊണ്ട് ശശി തരൂർ ജയിക്കുന്നു എന്ന് ചോദിച്ചാൽ ഉത്തരം വളരെ ലളിതമാണ്. CPIക്ക് വോട്ട് സ്ഥിരമായി ചെയ്യാറില്ല, അല്ലെങ്കിൽ CPM പ്രവർത്തകർ ശശി തരൂറിനാണ് വോട്ട് ചെയ്യുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്, സുവ്യക്തമായി കാണുന്ന ഒരു കാര്യമാണ്. ആ കാതലായ കാരണം കൊണ്ട് തന്നെയാണ് ശശി തരൂറിന് വിജയിക്കാൻ കഴിയുന്നതും CPI രണ്ടാമത് പോലും എത്താതെ പോകുന്നതും. CPIക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ C ദിവാകരന് ലഭിച്ചത് 2.5 ലക്ഷം വോട്ടുകളാണ്. 2,42,000 വോട്ടുകൾ മാത്രമാണ് C ദിവാകരന് കിട്ടിയത്. അതിനു മുമ്പ് പെയ്ഡ് സ്ഥാനാർത്ഥിയായിരുന്നു എന്ന് വലിയ ആരോപണം വന്ന ബെനറ്റ് എബ്രഹാമിന് കിട്ടിയത് 2.25 ലക്ഷം വോട്ടുകൾ. അതായത് CPIക്ക് വളരെയധികം വേരോട്ടമുണ്ടായിരുന്ന തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം വളരെ ക്ഷയിച്ചു പോകുന്ന അവസ്ഥയിലേക്ക് CPI മാറി. നമുക്കറിയാവുന്ന കാര്യമാണ്, 2004 സഖാവ് EK വാസുദേവൻ നായർ ജയിച്ച മണ്ഡലമാണ്. അതിനു മുമ്പും ഇവിടെ ഇടത് കോട്ടയായിരുന്ന ഒരു സ്ഥലം ഈ ഇടതുപക്ഷ കോട്ടയെ തകർക്കുന്ന രീതിയിലേക്ക് മാറ്റിയെടുത്തു. അത് CPIയുടെ സ്ഥാനാർത്ഥികളുടെ കെടുകാര്യസ്ഥത തന്നെയാണെന്ന് എടുത്തു പറയേണ്ട കാര്യമാണ്. ശശി തരൂരിന്റെ ഈ വിജയം എന്ന് പറയുന്നത് ശരിക്കും CPIയുടെ മൊത്തത്തിലുള്ള പാളിച്ച തന്നെയാണെന്ന് എടുത്തു പറയാതിരിക്കാൻ വയ്യ. ശശി തരൂരിന്റെ ഈ രാഷ്ട്രീയ വിജയത്തിന്റെ പിന്നിൽ അതിന് കൃത്യമായ കാര്യങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന്റെ വോട്ട് ബാങ്ക് ആയിരുന്നു എങ്കിൽ ഇക്കുറി BJPയുടെ സഹായത്താൽ കോൺഗ്രസ് തിരിച്ച് തൃശ്ശൂരിൽ പകരം സഹായിക്കണം എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ്. പ്രതാപനെ വെറും ചാവേറാക്കി ഇറക്കാനാണ് ശ്രമം എന്നുള്ളത് വളരെ വ്യക്തമാണ്. TN പ്രതാപൻ ശരിക്കും മത്സരിക്കുകയാണെങ്കിൽ തൃശ്ശൂരിൽ ഒരു ചാവേർ സ്ഥാനാർത്ഥിയായി മാറാൻ പോവുകയാണ് എന്നുള്ളത് വളരെ വ്യക്തമാണ്. തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ നമുക്കറിയാം, അവിടെ 7 നിയമസഭാ മണ്ഡലങ്ങളിലും ഇടതുപക്ഷത്തിനാണ് ലീഡ്. CPIക്കും CPM-ന് 4 നിയോജക മണ്ഡലങ്ങളിൽ ഗുരുവായൂരും അതുപോലെ തന്നെ പുതുക്കാടും ഒക്കെ ഇടതുപക്ഷത്തിന്റെ CPIM-ന്റെ ലീഡാണെങ്കിൽ അതിനകത്ത് നാട്ടികയും തൃശ്ശൂരും ഒക്കെ CPIയുടെ കൈവശമാണ്. അങ്ങനെയുള്ള CPIയുടെ കോട്ടയിൽ ഇക്കുറി വീണ്ടും കോൺഗ്രസ് ജയിച്ചു കയറില്ല എന്ന് TN പ്രതാപന് തന്നെ ഉറപ്പുണ്ട്. വെറും രാഷ്ട്രീയ ഗിമിക്കിന്റെ പേരിലാണ് ചുവരെഴുത്തൊക്കെ TN പ്രതാപന്റെ അനുകൂലികൾ നടത്തുന്നത്. യഥാർത്ഥത്തിൽ അവിടെ കോൺഗ്രസ് ഒരു വോട്ട് കച്ചവടത്തിന് തയ്യാറായിരിക്കുകയാണ് എന്നുള്ളതാണ് ഗ്രാസ് റൂട്ടിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത്. കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.